ഹായ് ഓൾ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലവർ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജാസി ഗിഫ്റ്റ് സർ. ജാസി ഗിഫ്റ്റ് ഒരു കോളേജിൽ പോയിട്ട് അവിടെ പാട്ട് പാടുകയും പ്രിൻസിപ്പള് പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ആ മൈക്ക് പിടിച്ചു വാങ്ങി ആ പാട്ട് പൂർത്തിയാക്കാതെ അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ന്യൂസ് വരുന്നുണ്ട്. അപ്പം ഞാനപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി ആ ന്യൂസ്, എന്താണ് അതിൻ്റെ കാരണം, എന്താണ് സംഭവിച്ചതെന്നൊക്കെ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജാസി ഗിഫ്റ്റ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റും, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗായകനും സംഗീത സംവിധായകനും ഒക്കെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഫിലിമിലെ പാട്ടുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ, സത്യം പറഞ്ഞാൽ. പക്ഷേ അതുമാത്രം മതിയല്ലോ അദ്ദേഹത്തെ ഓർത്തിരിക്കാനായിട്ട്. ആ ലജ്ജാവതി എന്നുള്ള പാട്ട് മാത്രം മതി അദ്ദേഹത്തെ മലയാളികൾക്കും ഇന്ത്യ മൊത്തം ഓർത്തിരിക്കാനായിട്ട്. ആ ഒരു പാട്ട് മതി. അപ്പോൾ ഞാൻ ആ ഒരു ഫിലിം കണ്ട് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ആ പാട്ട് കാണിക്കുന്നുണ്ട്, ലജ്ജാവതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിലെ പാട്ടുകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും കൂടി 2 തവണ തിയേറ്ററിൽ പോയി കണ്ടൊരു ഫിലിമാണ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ന്യൂസുകൾ കൂടുതലായിട്ട് നോക്കുകയും അതിനെക്കുറിച്ച് ഒരു നിങ്ങളോട് ഷെയർ ചെയ്യണം, എൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. എറണാകുളം കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ കോളേജ് ഡേയുടെ ഭാഗമായി മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ഗായകൻ ജാസി ഗിഫ്റ്റ്. ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ശരിക്കും വളരെ മോശമായൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളെ നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ അയാളോട് പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ആ കോളേജ് പ്രിൻസിപ്പൾ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് സ്റ്റേജിൽ കയറുക, മൈക്ക് പിടിച്ചു വാങ്ങുക, ഇങ്ങനെ പാടാൻ പാടില്ലെന്ന് പബ്ലിക്കായിട്ട് പറയുക, പിന്നെ അദ്ദേഹം ഇറങ്ങി പോവുക, അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് അദ്ദേഹം പറയുക. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിൻസിപ്പളിന് എന്തെങ്കിലും ഒരു ചിട്ടവട്ടങ്ങളുണ്ടെങ്കിൽ ഇങ്ങനൊരു ഗാനം ആലപിക്കുമ്പോൾ അത്രയ്ക്കും കർക്കശമാണെങ്കിൽ ജാസി ഗിഫ്റ്റ് സാറ് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോട് പറയാമായിരുന്നു, കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളിന് ഡയറക്റ്റ് തന്നെ പറയാമായിരുന്നു. അതല്ല എങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് കയറി അങ്ങനെ ഒരാളെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ജാസി ഗിഫ്റ്റ് സാറിനോട് പറയാമായിരുന്നു, അപ്പോളജി വേണമെങ്കിൽ മറ്റുള്ളവരോട് പറയാമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവരുടെ ആ ഒരു കോളേജിൻ്റെ ചിട്ടവട്ടങ്ങളെ ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ പബ്ലിക്കായിട്ട് വേണമെങ്കിൽ അപ്പോളജി വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വിളിച്ചു വരുത്തിയിട്ട് ഇടയ്ക്ക് കയറി ആ മൈക്ക് പിടിച്ചു വാങ്ങി അത് പറയാന്ന് പറയുമ്പോൾ അത് ആ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ചെയ്തത് ശരിക്കും വളരെ മോശമായി പോയി. പിന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ഈ പ്രിൻസിപ്പൾ രാജിവെക്കണമെന്ന് പറയുന്നത് പ്രതിഷേധിക്കുകയും. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സാറിന് അറിയാൻ വയ്യേ, ഇത്രയും പ്രായം പക്വതയൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ ഒരാളെ വിളിച്ചു വരുത്തുമ്പോൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഉള്ള അവർക്ക് കൃത്യമായൊരു ധാരണയില്ലേ. അപ്പോൾ ഈ ചെയ്തത് എന്തായാലും വളരെ മോശമായി പോയി. ഇതിൽ ജാസി ഗിഫ്റ്റ് സാറിന്റെ വിശദീകരണം കൂടെ നമുക്കൊന്ന് കേൾക്കാം. അതെ, ഇതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ആ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് പറയാമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പാടേണ്ടത്. അത് അദ്ദേഹത്തോടൊപ്പം ആ പാടാൻ നിന്നത് ഒറിജിനൽ ആ സോങ്ങിൽ അദ്ദേഹത്തോടൊപ്പം പാടിയ ഗായകൻ തന്നെയാണ്. അപ്പോൾ ആ ഗായകൻ പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ പ്രിൻസിപ്പൽ സാർ കയറി വന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ അത് ആ കൂടെ നിന്ന ആൾക്കും അത് അപമാനകരമാണ് ശരിക്കും. അതും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചൊക്കെ ആകുമ്പോൾ ആർക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആവും. വിളിച്ചു വെച്ചിട്ട് അപമാനിച്ചു എന്നേ പറയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അതങ്ങനെ പറയുള്ളൂ. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ആ ജാസി ഗിഫ്റ്റ് സാറിൻ്റെ പകരം ജാസി ഗിഫ്റ്റ് സാറിന് പകരം യേശുദാസോ അല്ലെങ്കിൽ മോഹൻലാലോ ഒക്കെ ആരെങ്കിലുമൊക്കെ ആണ് ഇങ്ങനെ പാടുന്നതെങ്കിൽ ഇടയ്ക്ക് വെച്ച് വന്നിട്ട് ആ മൈക്ക് പ്രിൻസിപ്പൾ പിടിച്ചു വാങ്ങുമായിരുന്നു.
എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നില്ലെങ്കിൽ അതിനുള്ള മുൻകരുതൽ ആ പ്രിൻസിപ്പൽ എടുത്തിട്ടുണ്ടായിരിക്കും. പാടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. കോളേജാണ്, എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല, സ്റ്റുഡൻസ് ആണ്, അവർ കൂടുതലും മടിച്ചുപൊളി പരിപാടിക്ക് അവർ നിൽക്കുകയുള്ളൂ സ്റ്റുഡൻസ്. അതല്ലെങ്കിൽ പിന്നെ അവർ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആയിരിക്കും അതിനുള്ള നടപടി എടുക്കുന്നത്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ നടപടി എടുക്കുകയും ചെയ്യും. ഇതിൽ ആ കോളേജിൽ പ്രിൻസിപ്പൽ മാഡം ഇതിനൊരു വിശദീകരണവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം പറയുമ്പോൾ നമ്മൾ രണ്ട് സൈഡും കൂടി നമ്മൾ കേൾക്കണമല്ലോ. ഏതായാലും ആ മാഡത്തിന് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം. സംഭവിച്ചത് നമ്മുടെ 14-ാം തീയതി കോളേജ് ഡേ ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ കോളേജ് ഡേയോടനുബന്ധിച്ച് ജാസി ഗിബ്സ് സാറിനെ ക്ഷണിക്കണം എന്നാണ് കുട്ടികൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി 2015 ഇറങ്ങിയ ഒരു ഓർഡർ ഉണ്ട്. അത് CETയിൽ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായതാണ്. അത് അവരുടെ കോളേജ് ഡേയോടനുബന്ധിച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അതായത് കോളേജ് ക്യാമ്പസുകളിൽ എക്സ്റ്റേണൽ പ്രോഗ്രാംസ് സമ്മതിക്കില്ല, മ്യൂസിക് പെർഫോമൻസോ DJ പാട്ടുകളൊന്നും സമ്മതിക്കില്ല എന്നാണ് ഓർഡർ ഉള്ളത്. കോർട്ടും അത് ഹൈക്കോർട്ടും അത് വോട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ചെയ്യണം, അത് പ്രാബല്യത്തിൽ വരുത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഉസാറ്റിൽ ആക്സിഡൻറ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നുകൂടെ പേപ്പറിലൊക്കെ വന്നതാണ്, പത്രങ്ങളിൽ കൂടെ എല്ലാം വന്നതാണ് ഈ ഓർഡർ. അത് പോലീസ് പിന്നെ വിജിലൻ്റായി സ്ട്രിക്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡറാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പം ഞാൻ പോലീസിനോട് ചോദിക്കട്ടെ എന്നിട്ട് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അന്ന് ചോദിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ലാൻഡ് ലൈനിലാണ് വിളിച്ചത്. ഓക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ജാസി ഗിബ്സ് സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു, സാറ് ചീഫ് ഗസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അന്നേരം സാറ് 5 പാട്ട് പാടുമെന്ന് പറഞ്ഞു. സാറ് മാത്രമേ സ്റ്റേജിൽ നിൽക്കാൻ പാടുള്ളൂ പറഞ്ഞു. സാറ് മാത്രമേ പാടാൻ പാടുള്ളൂ. കുട്ടികളത് കൺവേ ചെയ്തോളാമെന്ന് പറഞ്ഞു. കുട്ടികൾ ജാസി ഗിബ്സ് സാർ സമ്മതിച്ചിട്ടുണ്ടെന്ന് പിന്നെ കുട്ടികൾ പറഞ്ഞു. ഇപ്പോൾ ഇതിൽ ഈ പ്രിൻസിപ്പൽ മാഡം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അവരെങ്ങനെയാണ് പറയുന്നത്, സ്റ്റുഡൻസിനോട് പറഞ്ഞിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, കൂടെ അങ്ങനെ ആരും പാടാൻ പാടില്ല, കോർട്ട് ഓർഡറാണ്, കോർട്ടിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ മാഡം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളോട് പറഞ്ഞിട്ട് അവരത് സമ്മതിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പേര് നടക്കുന്നത് കാണാം ഭാരവാഹികളായിട്ട്. അപ്പോൾ ഇവരൊന്നും ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഇപ്പം നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ആ കോളേജിൻ്റെ ചിട്ടവട്ടങ്ങൾ, പ്രിൻസിപ്പൽ മാഡം എന്താണ്, സർ എന്താണ് പറയുന്നത്, അതനുസരിച്ച് അവർ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വരുന്ന ഗസ്റ്റുകളോടും അത് അറിയിച്ച് ആ രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. ഇതതിൻ്റെ ഭാരവാഹികളായവർ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? അവർ എന്താണ് വിചാരിച്ചത്? അവർ ഇതൊരു കാര്യമായിട്ട് എടുത്തില്ല. ഇതത്ര വലിയൊരു സംഭവമായിട്ടും അല്ലെങ്കിൽ കോർട്ടിൻ്റെ കാര്യങ്ങളോ അതൊന്നും അവരുടെ ചിന്തയിൽ മൈൻഡിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. അവർ വരുന്നു, അടിച്ചൊളി പാട്ട് കണ്ടപ്പോൾ അവരതൊന്നും മിണ്ടിയില്ല. ജാസി ഗിബ്സ് സാറിനെ ഇതിനു മുമ്പ് അറിയിച്ചുമില്ല. ഇടയ്ക്ക് വെച്ച് പ്രിൻസിപ്പൽ മാഡം ചിട്ടവട്ടങ്ങൾ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ ചെയ്ത് തെറ്റാണെന്നും പറഞ്ഞാൽ മൈക്കും പിടിച്ചു വാങ്ങി ആയിക്കൂടി കുളമായി. ഇപ്പോൾ കുളമായപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ. അപ്പോൾ ശരിക്കും അങ്ങനൊരു റൂൾ ഉണ്ടായിരുന്നെങ്കിൽ, അത് കമ്പൽസറി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അവരുടെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഭാരവാഹികളോ അത് പറയാനായിട്ട് പര്യാപ്തമല്ല എന്നുണ്ടെങ്കിൽ ഈ മാഡത്തിന് തന്നെ ഈ ഗസ്റ്റിനോട് പറയാമായിരുന്നു. അതാണ് ജാസി ഗിബ്സ് സാറും പറയുന്നത്. എന്നോട് കൃത്യമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല, നീ മാഡത്തിന് തന്നെ പറയാമായിരുന്നു അത്ര ഭയങ്കര നിർബന്ധമാണെങ്കിൽ. അതല്ലെങ്കിൽ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതിൻ്റെ ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ചില ഉത്തരവാദിത്തപ്പെട്ട ചില വോളണ്ടിയർമാരുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് അവരെയാണ്. അവരിത് ശ്രദ്ധിച്ചില്ല. എന്താണ് തങ്ങളുടെ കോളേജിൻ്റെ ചിട്ടവട്ടങ്ങൾ, അല്ലെങ്കിൽ മാഡം എന്താണ് പറയുന്നത്, ഇതൊക്കെ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് വരുന്ന ഗസ്റ്റിനെയും അതനുസരിച്ച് മാനിച്ച് നല്ല രീതിയിൽ ആ പ്രോഗ്രാം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവരതും ചെയ്തില്ല. അപ്പോൾ അതിനുശേഷം ആ പ്രോഗ്രാം കുളവായി. അതിനുശേഷം ഈ പ്രിൻസിപ്പൽ മാഡം പറഞ്ഞു ജാസി ഗിബ്സ് സാറിനോട് കാര്യങ്ങൾ. അപ്പോൾ ജാസി ഗിബ്സ് സാർ പറഞ്ഞു, ഇല്ല അത് പറ്റില്ല, കാരണം ഈ ഒരു ഒറിജിനലായിട്ട് ഈ പാട്ട് പാടിയപ്പോഴും ഇദ്ദേഹമാണ് എൻ്റെ കൂടെ പാടിയത്, എനിക്ക് ഒരാളായിട്ട് പാടാനായിട്ട് എനിക്കറിയില്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ആ പാട്ട് പാടാനേ പറ്റത്തുള്ളൂ, ഇനി എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ സോഷ്യൽ മീഡിയയും അതേപോലെ ഇത്രയും ന്യൂസ് ചാനലുകളും ഒക്കെ ഇത്രയും ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്കിത് അറിയാൻ വയ്യ, ഇതിങ്ങനെ വൈറലാവുമെന്ന് പ്രശ്നമാവുമെന്നൊക്കെ. മീഡിയാസൊക്കെ എന്തെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കണത് ക്യാപ്ചർ ചെയ്തിട്ട് അത് ന്യൂസാക്കാനായിട്ട്. അപ്പോൾ ഇത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും ഒരു കോളേജ് ആയിക്കോട്ടെ സ്കൂളായിക്കോട്ടെ എന്ത് പ്രോഗ്രാമാണ് നടത്തുന്നതെങ്കിലും എന്തൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിച്ച് അതനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് വേണം ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ ഏറ്റവും മാന്യമായ രീതിയിൽ വിടാനായിട്ട്. എന്തായാലും ഒരു കോളേജ് ആകുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോധമുള്ള ആൾക്കാരെങ്കിലും ഉണ്ടാവും വിചാരിച്ചു. അതുപോലും ഇല്ല.
മൊത്തത്തിൽ പരിപാടി കുളമായി. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നോക്കുക. പിന്നെ ഞാൻ മെയിനായിട്ട് പറയുന്നത്, ഒരു പ്രോഗ്രാം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ കുറച്ച് വോളണ്ടിയർമാരുണ്ടാവും. അത് ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും. പിന്നെ ഈ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ നടക്കുമല്ലോ. ഞങ്ങളുടെ കോളേജിലുണ്ട് ഇതുപോലെ പ്രോഗ്രാംസൊക്കെ. ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഓരോ കോളേജ് ഡേയുടെ ഓരോ പ്രോഗ്രാംസ് അവർ ചെയ്തിരുന്നത്. ഇതുവരെ ഒരു കോളേജ് ഡേയുടെ പ്രോഗ്രാം വെച്ചിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഗസ്റ്റിനൊക്കെ അത്രയും നന്നായിട്ട് ആണ് അവർ മാനേജ് ചെയ്തിരുന്നതും അത്രയും നന്നായിട്ട് ആ ഒരു പരിഗണന അവർക്ക് കൊടുത്തിരുന്നതും. അപ്പോൾ ഇനിയെങ്കിലും ഇത് മറ്റുള്ള കോളേജുകാർക്കാണെങ്കിലും ഇത് കാണുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു സംഭവം നടന്നപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ എൻ്റെ കോളേജ് ലൈഫിലുണ്ടായ 1-2 ഇൻസിഡൻസ് ഓർമ്മ വന്നു. അപ്പോൾ ഇതുമായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല, എന്നാലും എനിക്കെന്തോ നിങ്ങളോട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ പഠിച്ചത് ഒരു മിക്സഡ് കോളേജിലും പഠിച്ചിട്ടുണ്ട്, ഗേൾസ് മാത്രമുള്ള കോളേജിലും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹയർ സ്റ്റഡീസിന് വേറെ കോളേജിൽ ചേരുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത ഒരു മിക്സഡ് കോളേജ്, ഞാൻ കോളേജിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, റെഗുലർ കോളേജാണ്. ആ കോളേജിൽ ഞാൻ NSS വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ NSSന് ജോയിൻ ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ വെക്കേഷൻ ടൈമിലാണെങ്കിലും ക്യാമ്പുകൾ വരും. അപ്പോൾ ക്യാമ്പിൽ നമ്മളൊരു സ്ഥലത്തായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ സോഷ്യൽ സർവീസ് ചെയ്യണം. അപ്പം നമുക്കതിന് ഗ്രേസ് മാർക്കൊക്കെ കിട്ടും, ഹയർ സ്റ്റഡീസിന് ഗ്രേസ് മാർക്കൊക്കെ കിട്ടും. അപ്പോൾ ഞാനതിൽ വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ അതിൽ താമസിച്ചിട്ട് നമ്മളൊരു ക്യാമ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ദിവസം ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. ഇപ്പോൾ ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലർക്കും അറിയാൻ പറ്റും, നടുക്ക് ഇങ്ങനെ തീയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റുഡൻസ് ചുറ്റിനും കൂടി ഇന്ന് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് നല്ല രസമാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഇതുപോലെ ക്യാമ്പ് ഫയർ നടന്നു. എനിക്ക് തോന്നുന്നു ഈ ഓണം ക്രിസ്മസ് വെക്കേഷൻ വരുമല്ലോ 10 days, ആ സമയത്തായിരിക്കും ക്യാമ്പ് ഫയർ നടന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ മാറി. അപ്പോൾ മാറിക്കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു നാട്ടിൻപുറത്ത് ഒരു സ്കൂളിലായിരുന്നു ഞങ്ങൾക്ക് താമസമൊക്കെ. അപ്പോൾ ആ ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്കൂളിൽ താമസിച്ചിട്ട് പിന്നെ രാവിലെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ സർവീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 10 ദിവസം ആ ക്യാമ്പ് മനോഹരമായിട്ട് പൂർത്തിയാക്കി. ക്യാമ്പ് ഫെയറിൻ്റെ ടൈം ആയപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ കോളേജിൽ പ്രിൻസിപ്പൾ അവിടെ വന്നായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പാട്ട് വെച്ചപ്പോൾ തന്നെ പ്രിൻസിപ്പൾ സാർ ഇടപെട്ട് പറഞ്ഞു, പാട്ട് ഇവിടെ ഒച്ചത്തിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പെൺകുട്ടികളങ്ങനെ അധികം സംസാരിച്ചൊന്നുമില്ല. അപ്പോൾ ഈ ബോയ്സൊക്കെ പറഞ്ഞു, അതെന്താ സാറേ എങ്ങനെ പാട്ട് വെച്ച് എന്താ പ്രശ്നം, അത് ഒച്ചത്തിലൊന്നും വെക്കാൻ പറ്റില്ല. ഒരു 1-2 മണിക്കൂർ നേരത്തൊക്കെ ആയിരിക്കും ആ പാട്ടൊന്ന് വെക്കുന്നത്. ചുറ്റുവട്ടത്തെങ്ങും വീടുകളും ഇല്ല. അപ്പോൾ ജസ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ നമ്മളത് അതനുസരിച്ച് ചെയ്യും. പക്ഷെ അങ്ങനെ കംപ്ലയിൻറ്റ് പറയാനുള്ള സാധ്യതയും ഇല്ല, അങ്ങനത്തെ ഒരു ഏരിയ ആണത്. പിന്നെ ആ പാട്ട് ഒരു ഇത്തിരി നേരം ഒരു ഒച്ചത്തിൽ വെച്ചെന്നോർത്ത് എന്താണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഞങ്ങൾ ഇതേപോലെ തന്നെയായിരുന്നല്ലോ, പാട്ടൊക്കെ വെച്ചിട്ടാണല്ലോ ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തിയിട്ടൊരു കുഴപ്പമുണ്ടായല്ലോ. പിന്നെ സെക്കൻഡ് ഇയർ ഈ പ്രിൻസിപ്പൾ മാറിയപ്പോൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറി എന്തിനാണ്. അപ്പോൾ ബോയ്സ് പറഞ്ഞു, ഞങ്ങൾ ഈ 10 days ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ലാസ്റ്റ് ദിവസം ഒന്ന് അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഇത്തിരി ഒച്ചത്തിലൊക്കെ പാട്ടൊക്കെ വെക്കും. അപ്പോൾ അത് പ്രിൻസിപ്പൽ സാറിന് ഒട്ടും സമ്മതിക്കാനില്ല. പെൺകുട്ടികൾ ഞങ്ങളെല്ലാവരും, ഞാനൊക്കെ അന്ന് കൊച്ചാണ്, അപ്പോൾ ഞാൻ ടീനേജിലൊക്കെ കിടന്ന് കുറച്ചങ്ങോട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ എന്താണെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇന്നാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്താണ് സംഭവം എന്ന് അറിയാണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ്. അങ്ങനെ ബോയ്സ് പ്രിൻസിപ്പളും ആയിട്ടും പിന്നെ ഈ കോളേജിലെ ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ പറയുന്നതാണ് അവർ കേൾക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവരുമായിട്ടൊക്കെ ഉടക്കിയിട്ട് ഇവന്മാർ കുറച്ച് പേര് ഗ്യാങ്ങായിട്ട് മാറി ഇരുന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ടീച്ചർ മുകളിൽ അവരെ പാട്ട് വെക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് മാറി ഇരുന്നിട്ട് ചെണ്ടയോ അങ്ങനത്തെ എന്തോ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊട്ടി സൗണ്ട് ഞങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സമരവും പ്രതിഷേധമൊക്കെ. എന്തു തന്നെ സംഭവിച്ചിട്ട് പ്രിൻസിപ്പൽ സാറിൻ്റെ മനസ്സ് മാറുന്നില്ല. അതുതന്നെ സാറ് ഞങ്ങളോട് വന്നിട്ട് പറയാണ്, നിങ്ങൾ പെൺകുട്ടികളല്ലേ, അവന്മാർ ഈ കിടന്ന് ഒച്ചപ്പാടും പോലൊക്കെ ഉണ്ടാക്കി കുറച്ചാൽ കഴിയുമ്പോൾ അങ്ങനെ എഴുന്നേറ്റ് പോയിക്കോളൂ, നിങ്ങൾ ആ പെൺകുട്ടികൾ മാറി ഒതുങ്ങി അവിടെ മാറിയിരിക്കുന്നു. അതങ്ങനെ പറഞ്ഞത് ശരിയായോ? പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒന്നിച്ചാണ് ആ ക്യാമ്പിൽ പങ്കെടുത്തതും ഒരുപോലെ ആ അവിടുത്തെ ക്ലീനിങ് പരിപാടി മറ്റുള്ള സർവീസിലൊക്കെ സഹകരിച്ചതും ഒക്കെ ചെയ്തത്. അപ്പം ഞങ്ങൾക്കൊരു നിയമം അവർക്കൊരു നിയമം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ നിയമമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഞങ്ങളെല്ലാവരും കൂടി ശരിക്കും അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചാണ്. ലാസ്റ്റ് ദിവസം ഞങ്ങളുടെ ആ പ്രിൻസിപ്പൾ കൊണ്ടത് കുളമായി. എനിക്കിപ്പോഴും അറിയില്ല ആ പ്രിൻസിപ്പൽ സാർ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന്. കാരണം ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ക്യാമ്പിന് പോയതാണ്, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെയാണ് ക്യാമ്പ് നടത്തിയതും, ഒരു പ്രോബ്ലം ഇല്ലാതെ നല്ല രീതിയിലാണ് ഞങ്ങളത് അവസാനിപ്പിച്ചത്. പ്രിൻസിപ്പൾ മാറിയപ്പോൾ സ്വഭാവം മാറി, പിന്നെ ഈ രീതിയിലായി റൂൾ. അപ്പോൾ എനിക്ക് അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് ഈ പ്രായമായ ആൾക്കാരാകുമ്പോൾ അവർക്ക് ചില ചെറുപ്പക്കാരെ ആൾക്കാർ അടിച്ചു വിളിക്കുന്ന കാണുന്നോട്ടുള്ള കുശുമ്പാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ
അതങ്ങനെ കൂടുതലും പറയാൻ കാരണം പ്രിൻസിപ്പൽ സാർ ഇതിൻ്റെ ഈ ക്യാമ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ സാറ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഈ ക്യാമ്പിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി ഷട്ടിൽ ബാറ്റ് ഇങ്ങനെ കളിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആണും പെണ്ണും കൂടി ഒന്നും മിണ്ടിയാൽ തന്നെ അപ്പം പ്രേമമാണെന്ന് മറ്റുള്ളവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കും. അപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഇങ്ങനെ ഷട്ടിൽ ബാറ്റ് കളിക്കുക അല്ലെങ്കിൽ ക്യാരംസ് കളിക്കുക, ഇതൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇത് പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് കാരണം. അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ അവർ ചെയ്തതുപോലെ അവരുടെ സ്റ്റുഡൻസും ചെയ്യണം എന്നുള്ളൊരു ധാരണയാണെന്ന് തോന്നുന്നു ഈ പ്രിൻസിപ്പൽമാർക്ക്. എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല. ഞാൻ എൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എൻ്റെ സ്റ്റുഡൻസും ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് എൻ്റെ സ്റ്റുഡൻസ് ചെയ്യണ്ട, അങ്ങനൊരു മനോഭാവമാണ്. അങ്ങനെയല്ല, നമ്മൾ തലമുറകൾ മാറുന്നതനുസരിച്ച് പല ചിന്താഗതികളും പല കാര്യങ്ങളും മാറും. അത് ഉൾക്കൊള്ളാനായിട്ട് വിദ്യാഭ്യാസം ഉള്ളവർക്ക് കഴിയണം എന്നുള്ളതാണ്. ഒരു 20 കൊല്ലം മുമ്പുള്ള കാര്യം വെച്ചിട്ട് അത് തൊട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് അതിനുശേഷം അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ പിന്നെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ. ഒരു പരിധിവരെയൊക്കെ അവർക്ക് ആ ഒരു സമയത്തല്ലേ കിട്ടുള്ളൂ. പിന്നെ അവർ പ്രായപൂർത്തിയായി വിവാഹമൊക്കെ കഴിച്ച് ഉത്തരവാദിത്തമൊക്കെ ഇട്ട് നടക്കുമ്പോൾ അവർക്ക് ആ കിട്ടുന്ന സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന എൻജോയ്മെൻറ്റ് കിട്ടണം എന്നില്ല. അപ്പം ഞാൻ പറയുന്നത് കോളേജ് അധികൃതരാണെങ്കിലും ഒക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുക. അവർ സ്റ്റുഡൻസ് ലൈഫ് അവർ എൻജോയ് ചെയ്യട്ടെ, അതോടൊപ്പം പഠിക്കുകയും ചെയ്യട്ടെ. അവർക്ക് കുറേയൊക്കെ ഫ്രീഡം കൊടുക്കുക. എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചു നിർത്തുക, പ്രത്യേകമായി ഭയങ്കര ഹരാസ്മെൻറ്റ് ചെയ്യുക, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഹരാസ് ചെയ്യുക, അതൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കുക. ഞങ്ങളന്ന് ശരിക്കും ഒത്തിരി ലേറ്റ് നൈറ്റായിട്ട് ഇങ്ങനെ പാട്ട് ഒച്ചത്തിൽ വെക്കണമെന്നോ അല്ലെങ്കിൽ ആ ക്യാമ്പ് ഫയർ കണ്ടിന്യൂ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു 10 മണി വരെയെങ്കിലും കുറച്ച് ഒച്ചത്തിലൊക്കെ വെക്കാനായിട്ട് ആ പ്രിൻസിപ്പൽ സാറിനൊന്ന് സമ്മതം ചെയ്യാറില്ലേ. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഞാൻ ഹയർ സ്റ്റഡീസിന് വേറൊരു ഗേൾസ് മാത്രമുള്ളൊരു കോളേജിലാണ് പോയത്. അപ്പോൾ അവിടെ ടാലൻറ്റ് ഡേയ്സ് ഉണ്ടാവും. ടാലൻറ്റ് ഡേയ്സ് 3 ദിവസത്തെ ഡേയ്സ് എല്ലാ വർഷവും ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ കലാപരിപാടികളൊക്കെ നടക്കും. സിനിമാറ്റിക് ഡാൻസ്, പിന്നെ തിരുവാതിര കളി, അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട്. അപ്പോൾ ഞാനൊക്കെ മെയിനായിരുന്നു ഡാൻസിനൊക്കെ. അപ്പോൾ ശരിക്കും അവിടെ സിനിമാറ്റിക് ഡാൻസിനാണ് കൂടുതലും. പാട്ട് അവിടെ വെക്കുമ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് പെൺകുട്ടികൾ മിക്കവരും ഡാൻസ് ചെയ്യും. പക്ഷേ അവിടുത്തെ ആ ഒരു കോളേജ് അധികൃതരൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. സ്റ്റുഡൻസിൻ്റെ ദിവസമാണ്, അവർ എൻജോയ് ചെയ്യട്ടെ. ഡാൻസ് കളിച്ചാലോ തുള്ളിയാലോ അല്ലെങ്കിൽ കുറച്ച് ബഹളം വെച്ചാലോ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫിനാൻസ് പഠിപ്പിച്ച സാറാണെന്ന് തോന്നുന്നു, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അപ്പം നിങ്ങൾ ടാലൻറ്റ് ഡേയ്സിനൊക്കെ നിങ്ങൾ തുള്ളുമ്പോൾ ഞങ്ങൾ വല്ലതും പറയാറുണ്ടോ? കാരണം ഞങ്ങളും പഠിച്ചപ്പോഴൊക്കെ ലേശം ഒച്ച വെച്ചൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുകയും വേണം, അതോടൊപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം. നിങ്ങളുടെ ദിവസമായിട്ട് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം തന്നിരിക്കുന്നത് എന്നൊക്കെ സാർ പറയുകയും ചെയ്തു. അപ്പോൾ സ്റ്റുഡൻസിനും കൂടി വേണ്ടിയിട്ടാണെന്നുള്ളതല്ല, അവർക്ക് വേണ്ടിയിട്ട് ആണ് ശരിക്കും ഈ ഒരു പ്രോഗ്രാംസൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരുടെ മനസ്സും കൂടി അറിഞ്ഞ് അതനുസരിച്ച് വേണം കാര്യങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.